ഇന്ന് നമ്മൾ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ വടയാണ് ചെയ്യുന്നത്. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്, ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടും അല്ലാത്തേക്കുള്ള രീതിയിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ വട ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു വട ഉണ്ടാക്കാനായിട്ട് 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഫുള്ളായിട്ട് പോകണം കേട്ടോ. ഒരു ടിഷ്യൂ പേപ്പറായിട്ട് വെച്ച് തുടച്ചിട്ടാണെങ്കിലും വെള്ളം മുഴുവനായിട്ട് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഭയങ്കര മാവ് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു വലിയുള്ളി ചെറുതായി മുറിച്ചതാണ് സവാള, അത് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു മീഡിയം സൈസുള്ളത് തന്നെ മതി. ഇതിലേക്കൊരു 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി മുറിച്ചതും, എരിവിന് ആവശ്യമായിട്ട് 3 പച്ചമുളക്, 3 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3ഓ 4ഓ എടുക്കുക, അതായത് നമുക്ക് എരിവ് നോക്കിയിട്ട്. അത്യാവശ്യം എരിവ് ഉണ്ട് കേട്ടോ ഇത്. കുറച്ച് കറിവേപ്പില, ഒരു 3ഓ 4ഓ ടേബിൾ സ്പൂൺ മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിയില വേണം കേട്ടോ, എന്നാലാണ് അത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന്. 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ഇതിൽ ചേർക്കാൻ വിട്ടുപോയതാണ് കേട്ടോ, മുൻപ് ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് സൂപ്പറായിരുന്നു. അതുകൂടി ഉണ്ടായിരുന്ന സമയത്ത് വേണമെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് കറക്കിയെടുക്കുക. ഒരുപാട് അരഞ്ഞ് പേസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ട് ഇതുപോലെ ഒന്നങ്ങ് കറക്കിയെടുത്താൽ മതി. ഇനി ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ നാരങ്ങ നീര് കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് പുളി വേണ്ട, എന്നാൽ ചെറിയൊരു പുളി. അതുപോലെ തന്നെ ചിക്കൻ ക്യൂബ് വാങ്ങിക്കുന്നില്ല നമ്മൾ, ചിക്കൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട്. അത് താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസ് ഇട്ട് കൊടുക്കുക. നിർബന്ധമൊന്നുമില്ല, ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെയാണ് ഉണ്ടാവുക നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത്. ഈ സമയത്ത് ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. നമ്മൾ ചട്നിക്കൊക്കെ എടുക്കുന്ന പൊട്ടുകടല ഉണ്ടല്ലോ, അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണിത്. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു പൊടി എന്ന് പറയുമ്പോൾ ഒരുപാട് ഫൈനായിട്ട് പൊടിയാണ് നിർബന്ധമൊന്നുമില്ല, ഒരു ഇത്തിരി തരികളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവട്ടെ, നമ്മൾ ആ ചിക്കൻ കഴുകിയിട്ട് വെള്ളത്തോട് കൂടിയിട്ടാണ് ഇട്ടതെന്നുണ്ടെങ്കിൽ ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര വെള്ളമായിരിക്കും. പക്ഷേ ഇതിപ്പോൾ ശരിക്കും ഇങ്ങനെ കുഴച്ചെടുക്കാനായിട്ട് പറ്റില്ല. ഇതുപോലെ ഉണ്ടാവും നമ്മൾ മിക്സ് ചെയ്ത് കഴിയുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പൊടിയൊക്കെ ഇട്ടിട്ട് വേറെ ടൈപ്പിലേക്കായി പോകും. ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടാനായിട്ട് പറ്റിയാൽ മതി. സമയം ഉണ്ടെങ്കിൽ ഇതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് പിന്നീട് ചെയ്യാം, 15 മിനിറ്റ് കഴിഞ്ഞിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ തന്നെ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സാധാരണ വടക്കൊക്കെ ചെയ്യുന്ന പോലെ കയ്യിൽ ഞാനൊരു ഇത്തിരി വെള്ളമാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഉരുട്ടി പരത്താനൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഒരു ഇത്തിരി വെള്ളമയം കയ്യിലുണ്ടെങ്കിൽ. ഓയിലും എണ്ണയൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം അത് കയ്യിൽ വെച്ചിട്ട് ഒന്നങ്ങ് പരത്തി കൊടുക്കുക. നമ്മൾ കട്ട്ലറ്റിനൊക്കെ പരത്തി എടുക്കുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിൽ ഒന്ന് സൈഡൊന്ന് ഷേപ്പായി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വിരലിൽ ഒരു ഇത്തിരി വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ചെറുതായിട്ടൊരു ഹോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ഹോൾ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇതുപോലെയാണ് വേണ്ടത്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത്തിരി വെള്ളമയം കയ്യിലുണ്ടെങ്കിലേ കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെയാണ് നടുഭാഗത്ത് ഹോൾ ഇടുന്ന സമയത്തും ഒരു വെള്ളമയം ഉണ്ടാവണം. ഹോൾ ഇടുന്ന സമയത്ത് ഇപ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കും. ഈ ഒരു വട ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകു ഭാഗത്തും കൂടെ ചെറുതായിട്ട് അങ്ങ് ഹോളാക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവിടെ മാത്രമായി പോകും. ഇതിപ്പോൾ മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 12 വടയാണ് ഈ ഒരു സൈസിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. ഇതിന് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ചെറിയൊരു നല്ലൊരു കട്ടി, അതായത് ഒരു തിക്നെസ്സോട് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ചൊരു ബ്രെഡ് ക്രംസ് കൂടെ വേണം ഇതിലേക്ക്. ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷേപ്പാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഒരു വട എടുത്തിട്ട് ഈ മുട്ടയുടെ കൂട്ടിൽ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആ മുട്ടയിൽ മുക്കി കൈ കൊണ്ട് തന്നെ എടുക്കാത്തിരിക്കട്ടെ നല്ലത്, കാരണം ബ്രെഡ് പൊടി പെട്ടെന്ന് അങ്ങ് നനഞ്ഞ് കുതിർന്നു പോകും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ നടുഭാഗത്ത് ഇട്ടിട്ടുണ്ടായിരുന്ന ഹോൾ ഉണ്ടല്ലോ, അത് അതുപോലെ തന്നെ ഒന്ന് ഉണ്ടാവണേ. എന്നാലും നമ്മൾ വിചാരിച്ച രീതിയിൽ ഫ്രൈ ആയി വരുമ്പോൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ ബ്രെഡ് പൊടി തട്ടിയിട്ട് ആ ഹോൾ ഇല്ലാത്ത പോലെ ആയിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
എന്നിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് ക്രംസിൽ മുക്കാതെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ വേണമെങ്കിൽ ചെയ്യാം. അതായത് നമ്മൾ മാവ് കുഴച്ച് വടക്കി ഷേപ്പാക്കില്ല, അത് ഡയറക്റ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് ക്രംസ് ചെയ്ത പോലെ ചെയ്യാം. ബ്രെഡ് ക്രംസിൽ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലായിട്ട് ഇഷ്ടം. ഇത് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. ലാസ്റ്റ് എടുക്കാൻ നേരത്തെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ വെന്തിട്ടില്ലല്ലോ. അതായത് നമ്മൾ ചിക്കൻ പച്ചക്ക് അങ്ങനെ അരച്ചെടുത്തിട്ടുള്ളതാണ്. ചിക്കൻ ആയതുകൊണ്ട് ഒരുപാട് കുക്കിംഗ് ടൈമൊന്നുമില്ല. പിന്നെ എല്ലില്ലാതെ പീസ് നമ്മൾ അരച്ചെടുത്തതാണ്. എന്നാൽ പോലും അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. സാധാരണ നമ്മൾ കട്ട്ലറ്റ് അല്ലെങ്കിൽ റോള് കാര്യങ്ങളൊക്കെ ഫ്രൈ ആവുന്ന പോലെ അത്ര എളുപ്പത്തിൽ കിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് എടുക്കുന്ന സമയത്താണ് നമ്മുടെ ചിക്കൻ വട റെഡി ആയിട്ട് കിട്ടുക. ഇപ്പോൾ കാണുന്ന സമയത്ത് കാണില്ല, ഏകദേശം ഒരു വടയുടെ ഒക്കെ ഒരു ഷേപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. എണ്ണയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് തീ ഒന്നങ്ങ് കൂട്ടി വെച്ചിട്ടെടുക്കുക. അപ്പോൾ അതിലുള്ള ഓയിലൊക്കെ അങ്ങ് പോയി കിട്ടിക്കോളും. ഇതിപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കുഴപ്പമൊന്നുമില്ല. കാണുന്ന സമയത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുള്ളൊരു ടെക്സ്ചറിൽ തന്നെയായിരിക്കും. പിന്നെ ഇതിൻ്റെ പുറഭാഗം അത്രയ്ക്ക് ക്രിസ്പി ആയിരിക്കില്ല കേട്ടോ. ബ്രെഡ് ക്രംസിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പിയിലാണ് കിട്ടുക. ബാക്കി ഇനി ബ്രെഡ് ക്രംസിലുള്ളതുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിലുള്ളത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തീ ഒരിക്കലും കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് അങ്ങ് കളർ മാറും ചെയ്യും, ഉള്ളിൽ കുക്കാവില്ല. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് തിരിച്ചു മറിച്ച് അങ്ങനെ 1-2 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഒരു വലിപ്പവും കാണാൻ ഭംഗിയും ഒക്കെ കുറച്ചുകൂടി കൂടുതലാണ്. കഴിക്കാനും ടേസ്റ്റ് കൂടുതൽ തന്നെയാണ്. 2 ഭാഗം ഫ്രൈ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇത് നല്ല ചൂടോടുകൂടെ കഴിക്കുന്ന സമയത്ത് തന്നെ ടേസ്റ്റ് ഉണ്ടാവുക. തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് രുചി ഉണ്ടാവില്ല. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് എന്തെങ്കിലും സൈഡിൽ വേണമെങ്കിൽ കൂട്ടി കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. നമ്മളെ കട്ട്ലറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബർഗറിൻ്റെ ഉള്ളിൽ വെച്ച് കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ആ ഒരു രീതിയിൽ വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിലുള്ള ചിക്കൻ വട നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്തൊക്കെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. Thank you.